കാരണം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിൽ SMB സ്കൂളിൽ ഒരു പാർക്കിംഗ് പിരിവിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ്. ആ സ്കൂളിൻ്റെ സാഹചര്യങ്ങൾ എല്ലാം വിലയിരുത്തിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പല PTകളുണ്ടായിരുന്നു. അപ്പോഴും 2015-16 കാലഘട്ടങ്ങളിൽ അവിടെ ഇങ്ങനെ പാർക്കിംഗ് പിരിവ് നടത്തിയിട്ടുള്ള രേഖകൾ ഞങ്ങളുടെ പക്കലുണ്ട്. അവിടെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ആദിച്ചാമ്പിള്ളയ്ക്ക് തോന്നിച്ച പാടെന്ന് പറഞ്ഞ തരത്തിലാണ് ഒരു പ്രിൻസിപ്പാൾ വന്നാലും അവരെ ഇഷ്ടത്തിന് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ് ശീലം. പക്ഷേ 2024 മുതൽ ഞാൻ അവിടുത്തെ PTA പ്രസിഡൻ്റായി. ആ PTAയിൽ 10 അധ്യാപകരും 11 രക്ഷകർത്താക്കൾ പ്രതിനിധികളെ എടുക്കുന്നതാണ് ബൈലോ പ്രകാരമുള്ള കാര്യങ്ങൾ. പക്ഷേ അവിടെ ചെയ്യുന്നത് 8 പേരെ രക്ഷകർത്താക്കൾ പ്രതിനിധികളെടുത്ത് ബാക്കി അവർക്ക് ഇഷ്ടമുള്ള അധ്യാപകരെ കൂട്ടിച്ചേർത്തുകൊണ്ട് കമ്മിറ്റി വിളിക്കാറുണ്ട്. അപ്പോൾ കമ്മിറ്റി വിളിക്കുമ്പോൾ രക്ഷകർത്താക്കൾ വന്നില്ലെങ്കിലും അവർക്ക് വിഷയങ്ങളൊന്നുമില്ല. വിഷയങ്ങൾ അവിടുത്തെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ നന്നാക്കുന്നതിൽ അവർക്ക് താല്പര്യവുമില്ല. അവർക്ക് അങ്ങേ കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ 2024 ഞാൻ വന്നപ്പോൾ ഒരു 2-3 രക്ഷകർത്താക്കൾ പ്രതിനിധികൾ മാത്രമേ എന്നോട് സഹകരിച്ചിട്ടുള്ളൂ. അവർ കർശനമായി എന്നോടടക്കം ഉള്ള കണക്കുകൾ ചോദിക്കാറുണ്ട്. രക്ഷകർത്താക്കളിൽ നിന്ന് സർക്കാർ പറയുന്നതിലപ്പുറം ഫണ്ട് കളക്ഷൻ അവർ വാങ്ങിയിട്ടുണ്ട്. അത് നിയമവിരുദ്ധമാണ്. എങ്കിൽ പോലും PTA അതിൻ്റെ സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലേ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി PTA അവരോട് സഹകരിക്കാറുണ്ട്. അപ്പോൾ അതിൽ 2024 മുതൽ അവർ കണക്ക് ചോദിക്കുകയും ആ കണക്കുകൾ കൃത്യമായി വെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PTAയും പ്രിൻസിപ്പാളും തമ്മിൽ വാക്ക് തർക്കങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത്, ആ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വിജിലൻസ് കേസിന് പോകുന്നത്. അപ്പോൾ എന്നെയും കൂടെ പ്രതി ചേർത്ത് കൊണ്ട് പോകുന്നുള്ള പക്ഷം വന്നപ്പോൾ ഞാൻ പല ഭാഗങ്ങളിൽ ഞാൻ പ്രിൻസിപ്പാളോട് സംസാരിച്ചു, സാറേ കണക്ക് നമുക്ക് വെക്കണം, വെച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം കൂടുതലായെന്ന് ആരംഭം മുതൽ ചെറിയൊരു വർത്തമാനം വന്നു തുടങ്ങി. അപ്പോൾ അന്ന് രക്ഷകർത്താക്കൾ പ്രതികൾ കൂടെ സജീവമായി എൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ആ PTA പ്രസിഡന്റ് ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ 2024-25 പുതിയ കമ്മിറ്റി ശക്തമായി വന്നു. ആ ശക്തമായി വന്നതിൽ 8 പേരടക്കം വളരെ സജീവമായി PTAയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവർ ആവശ്യങ്ങൾ ഉന്നയിച്ചു. അവിടെ അസംബ്ലി നടത്താറില്ല. അസംബ്ലി നടത്തണം. സർക്കാരിൻ്റെ സർക്കുലർ പ്രകാരം ഒരാഴ്ചയിൽ 3 ദിവസമെങ്കിലും അസംബ്ലി നടത്തണമെന്ന് തീരുമാനമെടുത്തു. സ്കൂളിൽ വാർഷികം നടത്താറില്ല, ഓണാഘോഷം നടത്താറില്ല. ഓണാഘോഷം ഞങ്ങൾ നിർബന്ധപൂർവ്വം അത് ഓണാഘോഷം നടത്തും. അത് കഴിഞ്ഞ് വാർഷികം നടത്താൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വിഷയം വന്ന് നമ്മൾ വാർഷികം നടത്താൻ പറ്റിയില്ല. അത് പോയിട്ട് അവിടെ ചുറ്റുമുള്ള വ്യവസായികൾ ആ സ്കൂൾ വക വസ്തുക്കൾ കയ്യേറിയിട്ടുണ്ട്. ആ അളന്ന് തിട്ടപ്പെടുത്തി കയ്യേറിയ വസ്തുക്കൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് കമ്മിറ്റി തീരുമാനിച്ചതാണ്. കുട്ടികളുടെ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളുടെയും ആവശ്യപ്രകാരം അവിടെ ഒരു ക്യാൻറ്റീൻ നടത്താൻ നമ്മൾ തീരുമാനിച്ചു. നിങ്ങളെല്ലാം വാർത്തയിൽ കണ്ടതാണ്. മന്ത്രി അടക്കം പറഞ്ഞത് തട്ടുകടയെന്നാണ്. പക്ഷേ പാവപ്പെട്ട കുട്ടികൾക്ക് അങ്ങനെ ഒരു വലിയൊരു സംവിധാനം അവിടെ ഉണ്ടാക്കി കൊടുക്കാനില്ല. PTAയുടെ ഫണ്ട് ചോദിക്കുമ്പോൾ പ്രിൻസിപ്പാൾ പറയും ഫണ്ടില്ല എന്ന് പറയും. ഫണ്ട് കുട്ടികൾക്ക് ഏതെങ്കിലും നല്ല രീതിയിൽ ഒരു ഉപയോഗപ്രദമായ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അപ്പോൾ ആഡിറ്റോറിയം വാടകയ്ക്ക് കൊടുക്കുന്നു, കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നു. അവിടെ മേയർ പറഞ്ഞ ആ കാര്യം ശരിയാണ്, കൊടുക്കുന്നുണ്ട്. പക്ഷേ 2024-25 ഞങ്ങൾ ഈ പുതിയ PTA വന്നോടം ഞങ്ങൾ കർശനമായി മിനിറ്റ്സിൽ രേഖപ്പെടുത്തി അങ്ങനെ കൊടുക്കാൻ പാടില്ല. സർക്കാരിൻ്റെ നിർദ്ദേശം പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇത് കൊടുക്കാൻ പാടില്ല, ബിൽഡിങ്ങും ആഡിറ്റോറിയം കൊടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ കർശനമായി തീരുമാനമെടുത്തു. പക്ഷേ ഞങ്ങൾക്ക് മുമ്പ് പ്രിൻസിപ്പാളിൻ്റെ തന്നിഷ്ടം അവരെ സംഘടനകൾക്ക് അവർ കൊടുക്കാറുണ്ട്. ആ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഉപയോഗമുള്ള ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. സ്പോർട്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഫണ്ട് പിരിക്കും, ലൈബ്രറിയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഫണ്ട് പിരിക്കും. പക്ഷേ അവിടെ ഇത് നോക്കുന്ന ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇതൊന്നുമില്ല.
ഇത്തരം കാര്യങ്ങളുമായി പ്രിൻസിപ്പാളുമായി വലിയ തർക്കമായി. ആ തർക്കത്തിൻ്റെ ഒരു വിരോധം ഞങ്ങളിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അവസാന സ്കൂൾ അടയ്ക്കുന്ന ഈ മാർച്ചിന് മുമ്പായി അവിടെ ഞങ്ങളൊരു മരങ്ങൾ മുറിക്കാൻ വേണ്ടി കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് റവന്യൂ ആയി ബന്ധപ്പെട്ട് മരം മുറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു PTA കമ്മിറ്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഒന്ന് വന്നാണ്, സാർ ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് ഈ കൊച്ചു പിള്ളേർ വായി വയ്ക്കുന്ന കൂളുണ്ടല്ലോ, ആ കൂൾ ഇങ്ങനെ കൂടിക്കിടക്കണം, തൂത്ത് കൂട്ടിയിരിക്കണം. അപ്പോൾ ഒരു സ്കൂളായതുകൊണ്ട് ഞങ്ങളത് പുറം ലോകം അറിയിക്കാതെ ഞങ്ങൾ എന്ത് വിഷയങ്ങൾ വന്നാലും ഞാനത് പോണ്ട എന്ന് പറയും. അപ്പോൾ ആ തരത്തിൽ ഇങ്ങനെ വന്ന് അദ്ദേഹം വിളിച്ച് വിഷയങ്ങളുമായി വന്നു. ഞങ്ങൾ ചെന്ന് പരിശോധിച്ചു. അപ്പോൾ അങ്ങനെ ഇതാരാണ് ഇവിടെ കൊണ്ടുവരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കണ്ടുപിടിച്ച ആളെ PTA തീരുമാനമെടുത്ത് പുറത്താക്കി. PTA അംഗങ്ങൾ പറഞ്ഞ് ഇന്നവരാണ്, അവിടെ റൂം അവർ കൊടുത്തിട്ടുണ്ട്, അവരാണ് വിദ്യാർത്ഥികളുടെ മൊബൈൽ. ഞങ്ങൾ മൊബൈൽ കർശനമായി നിരോധിച്ചിരുന്നു. ഈ മൊബൈലെല്ലാം വാങ്ങി വയ്ക്കുന്ന അവിടെ തൂപ്പുകാരി എന്ന് പറഞ്ഞ ഒരാളാണ്. അവിടെ ആ തൂപ്പുകാരിയെ ഞങ്ങൾ PTA തീരുമാനിച്ച് പുറത്താക്കി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പാൾ അവരെ തിരിച്ചെടുത്തു. അപ്പോൾ അവിടെ സർക്കാർ ജീവനക്കാരനല്ലാത്ത ഒരാളെ PTA അറിയാതെ, PTA ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല, ഞങ്ങൾ ശമ്പളമാണ് എടുത്ത് കൊടുക്കുന്നത്, PTA ഫണ്ടാണ് എടുത്ത് ശമ്പളം കൊടുക്കുന്നത്. പക്ഷേ സർക്കാരിൻ്റെ വിവരാവകാശം കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽ എടുത്തപ്പോൾ വിവരാവകാശം കൊടുക്കാറില്ല, പ്രിൻസിപ്പാൾ വിവരാവകാശം കൊടുക്കാറില്ല, മറുപടി കൊടുക്കാറില്ല. അതിന് അപ്പീലിൽ പോയെന്ന് എന്നോടത്ത് ഒരു PTA കമ്മിറ്റി അംഗം പറഞ്ഞു, സാറേ ഞാൻ ആ ഒരു വിവരാവകാശം കൊടുത്തിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാനൊന്ന് പറയാം, ഈ വിഷയങ്ങളായതുകൊണ്ട് പ്രിൻസിപ്പാളുമായി ഞാൻ സംസാരിച്ചില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെ അങ്ങനെ പ്രിൻസിപ്പാളോ അവിടെ മറ്റാരെങ്കിലും അടുത്ത വ്യാപാര കടകളിലോ എന്തെങ്കിലും ചെന്ന് പിരിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ PTA-ക്കാർ അവിടെ ചെന്ന് ഒരു കടകളിലും ചെന്ന് ഫണ്ട് പിരിച്ചിട്ടില്ല. അങ്ങനെ മേയർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ പറയുന്നത് ഫണ്ട് പിരിച്ചിട്ടില്ല. അങ്ങനെ മേയർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തമായി തെളിവ് കൊണ്ടുവരട്ടെ. ഇനി പ്രധാന വിഷയം, ഈ തീരുമാനങ്ങൾ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കർശനമായി പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി തുടങ്ങി ഞങ്ങൾ. ഒന്ന്, ആദ്യം ലഹരി പദാർത്ഥങ്ങൾ സ്കൂളിൽ കൊണ്ടുവരുന്ന തൂപ്പുകാരിയെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ക്യാൻറ്റീൻ നടത്തണമെന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വന്നപ്പോൾ അടുത്തതായി പ്രധാനമായി ഞങ്ങൾ ഈ വസ്തു അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇരുന്ന കമ്മിറ്റിയിലാണ് ഞങ്ങൾ തീരുമാനം. പക്ഷെ അത് എഴുതേണ്ട ഉത്തരവാദിത്വം പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞ സെക്രട്ടറിക്കാണ്. സെക്രട്ടറി എല്ലാം എഴുതി എന്ന് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചു. അക്കൂട്ടത്തിലാണ് ഞങ്ങൾ പറഞ്ഞത്, ഇവിടെ സാറേ ഫണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ സ്കൂളിൻ്റെ ഗേറ്റ് മുതൽ വിവിധ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു. അധ്യാപകരെ, 2 PTA രക്ഷകർത്താക്കളെ അറസ്റ്റ് ചെയ്യണമെന്ന് ഒരു സിറ്റിയിലെ മേയർ വന്നൊരു സ്കൂളിൽ, അഥവാ ഞങ്ങളൊരു തെറ്റ്, ഞങ്ങളുടെ ഭാഗത്തൊരു വീഴ്ച വന്നു എങ്കിൽ അത് സ്കൂളാണെന്ന ഒരു ഉത്തരവാദിത്വ ബോധം ഒരു മേയർക്ക് ഉണ്ടാവേണ്ടതല്ലേ? ഇത് എൻ്റെ ചോദ്യമാണ്, എൻ്റെ വ്യക്തിപരമായ ചോദ്യമാണ്. എനിക്കതിൽ വിഷമമുണ്ട്. എന്തുകൊണ്ട് ഇത്രയും ദിവസം ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ തിരിച്ച് മറുപടി കൊടുക്കാത്തതെന്ന് പറയുമ്പോൾ, എൻ്റെ മകൻ അടക്കം പഠിക്കുന്ന ഒരു സ്കൂളാണ്. പെട്ടെന്ന് ചാടിക്കയറി, ഞാൻ പാർട്ടിയിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അപ്പോൾ ഇലക്ഷൻ്റെയും ഈ സ്കൂളിൻ്റെയും പരീക്ഷ കഴിഞ്ഞിട്ട് സാവകാശം ഇത് ഞാൻ പറയുന്നത് മാധ്യമങ്ങളോടും ആ സ്കൂളിൽ പഠിക്കുന്ന രക്ഷകർത്താക്കളും പൊതുജനങ്ങളും അറിയാനാണ്. മേയർ ധൃതി എന്ന് പറയുന്നത് ജയിലിൽ അടയ്ക്കുക എന്നുള്ളതാണ്. മേയർ അദ്ദേഹത്തെ മാറ്റി. കേരളത്തിലെ എല്ലാ വോട്ടും കൊണ്ടല്ല മേയർ അധികാരത്തിൽ കിട്ടുന്നത്. ഏതെങ്കിലും കോർപ്പറേഷന് 6,000 7,000 വോട്ടിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നാണ് വന്നത്. ഞങ്ങളെടുത്തത് മേയറല്ല, രക്ഷകർത്താക്കൾ പ്രതിനിധികൾ ചേർന്നാണ് ഞങ്ങളെടുത്തത്. ആ അധികാര പരിധിക്കകത്ത് ഞാൻ അവിടെ ചെയ്തിട്ടുള്ള സേവനങ്ങൾ, ഒത്തിരി സേവനങ്ങൾ. അവിടെ കുട്ടികൾ ഉച്ചയാകുമ്പോൾ വിശന്ന് ഓരോ ബിൽഡിങ്ങിലും കയറി തളർന്ന് കിടക്കും. ഞങ്ങളവിടെ ചെന്ന്, ഞങ്ങളപ്പുറത്തുനിന്ന് കുടുംബശ്രീ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം വാങ്ങി 4-5 പേര് ഒരുമിച്ചിരുന്ന്, അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ള സേവനങ്ങളാണ്. പൊങ്കാല ദിവസം രാത്രി മിനിറ്റ്സിൽ എഴുതാത്ത കാര്യങ്ങളാണ്. അവിടെ ലൈറ്റൊന്നുമില്ല. മേയർ പറഞ്ഞല്ലോ അവിടെ അത് ചെയ്തു ഇത് ചെയ്യുന്നു, ഒന്നും ചെയ്തിട്ടില്ല, അവരൊന്നും ചെയ്തിട്ടില്ല. അവിടെ ഒരു കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ട് ഞങ്ങളെല്ലാം രാത്രി സമയത്ത് ആ വെട്ടമില്ലാത്ത എല്ലാ ഭാഗത്തും ഞങ്ങൾ വെട്ടം കൊടുത്തു. അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി തീരുമാനം എടുത്തിട്ടല്ല ചെയ്തത്. നമ്മളവിടെ കാണുന്ന ഭൗതിക സാഹചര്യം നമ്മൾ എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ള ഇതിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം മേയർ വന്ന് പറഞ്ഞതു, ഞാൻ 1 കോടി രൂപ ചോദിച്ചു.
ഒരു എക്സിക്യൂട്ടീവ് അംഗവും ഒരാൾ പേരില്ലേ അദ്ദേഹത്തിന്? ആരോ ചോദിക്കട്ടെ. ഞാൻ 1 കോടി രൂപ ചോദിച്ചു, അല്ലെങ്കിൽ എൻ്റെ എക്സിക്യൂട്ടീവ് അംഗം 1 കോടി രൂപ ചോദിച്ചു വ്യാപാരിക്ക്. മേയർ വന്ന് പറഞ്ഞത് പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന് വേണ്ടിയാണെങ്കിൽ മേയർ ചെയ്യേണ്ടത് നഷ്ടപ്പെട്ട സ്കൂളിൽ നഷ്ടപ്പെട്ട 10-20 സെൻറ്റോളം നഷ്ടപ്പെട്ട ഭൂമി, ആ നഷ്ടപ്പെട്ട ഭൂമി മേയർക്ക് അധികാരമുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കട്ടെ സ്കൂളിന്. ഞങ്ങൾ അളക്കാൻ അളക്കണം എന്ന് പറഞ്ഞപ്പോഴാണല്ലോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കം ഈ വിവരം ഏതോ ഒരു വ്യാപാര മുതലാളിയുടെ അടുത്ത് എത്തിയത്. അങ്ങനെയാണല്ലോ മേയർ ആ നിർബന്ധ ബുദ്ധിയോട് ഒരു പിരിവിൻ്റെ കാര്യത്തിൽ കൃത്യമായി അത് അന്വേഷണം നടത്തി അവർ ജയിലിൽ അടയ്ക്കണമെന്ന് ഇത്ര ശാഠ്യം പിടിച്ചു നിന്നത്. ഞങ്ങളെന്തോ ഒരു കൊലക്കുറ്റം അല്ലെങ്കിൽ വലിയ ക്രിമിനൽ കുറ്റം ചെയ്തതുപോലെയുള്ള ഇത്. അതിന് തുടരെ ഞങ്ങൾ അതുമായി എടുത്ത് കോടതിയിൽ പോയി. ഈ വസ്തുവിൻ്റെ ഈ തേക്ക് മോഷണം കടത്തിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. തേക്ക് കിടക്കണം. ഞങ്ങൾ അവിടെ വൃത്തിയാക്കിയപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പരിസരം വൃത്തിയാക്കിയപ്പോഴാണ് ഈ തടി കാണുന്നത്. ഇനി അതിൻ്റെ അടിയിൽ തടിയുണ്ട്. അത് പോയിട്ട് ആ വ്യാപാര മുതലാളി വെച്ചിരിക്കുന്ന കെട്ടിടം സ്കൂളിൻ്റെ വകയിലാണ്. ഇത് മതിലാണ് വെച്ച് കെട്ടിയിരിക്കുന്നത്. ഇതിനെ അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോഴാണ് മേയർക്കും വെമ്പൽ കൊണ്ടത്. എന്തിന്? ആർക്ക് വേണ്ടി? ആ തടിയെന്നെ ഇത് തടിയാണ്, ഇതിൽ കൂടെ ചേർത്താണ് വെച്ചത്. ഇവിടെ അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ മേയർക്കുള്ള വെപ്രാളം. എൻ്റെ അച്ഛൻ്റെ ഭൂമിയോ എൻ്റെ പാരമ്പര്യ സ്വത്തോ ആണോ നമ്മൾ ആർക്കെങ്കിലും 1 മീറ്റർ അളന്ന് കൊടുത്തിട്ട് അവിടെ നിന്ന് 1 കോടി രൂപ ചോദിക്കാൻ? അദ്ദേഹം മേയറെ കണ്ടതുപോലെ എന്നെയും കണ്ടു. ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം നിങ്ങൾ സ്കൂളിൻ്റെ വക വസ്തു എടുത്തിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ച് നിങ്ങൾക്ക് വിട്ടില്ല, അത് PTA തിരിച്ച് പിടിക്കും. അതിവിടെ കോർപ്പറേഷൻ ചെയ്തില്ലെങ്കിലും സർക്കാർ ചെയ്തില്ലെങ്കിലും വേറെ നിയമങ്ങളും കാര്യങ്ങളും ഇതിനകത്തുണ്ട്, അത് ഞങ്ങൾ ചെയ്യും. നിങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കോടതിയിൽ പോയി ഏതൊരുവിധ കേസും എടുക്കാൻ പാടില്ല എന്നും ഏതൊരുവിധ കേസും ഇല്ലെന്ന് അഡീഷണൽ ജില്ലാ കോടതിയിൽ നിന്ന് ഞങ്ങൾ ഉത്തരവ് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് DGക്കും അത് പോയിട്ട് DGക്കും DDക്കും ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്, അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ PTA മുന്നോട്ട് പോകാനാണ് പറഞ്ഞത്. ഇതിൽ പ്രധാന ഭാഗം അധ്യാപകരെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് PTA. അധ്യാപകർ 11:30 അവിടെ സംഘടനാ പ്രതിനിധികളായ ചില അധ്യാപകരുണ്ട്. 11:30 വരുന്നു. ഞങ്ങൾ അവിടെ എല്ലാ ദിവസങ്ങളിലും അവിടെ സ്കൂളുകളിലെ ഈ വിദ്യാർത്ഥികളുടെ ഇത്തരത്തിലുള്ള സ്വഭാവശീലങ്ങളൊന്ന് മാറ്റാനും ഒന്ന് കണ്ടുപിടിക്കാനും വേണ്ടി ഞങ്ങൾ അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളില്ല എന്ന ധാരണയിൽ, ഞങ്ങൾ ഉണ്ടെങ്കിലും ഒന്നും പറയില്ല എന്ന ധാരണയിൽ, അവർ മുകളിലെല്ലാം സ്വാധീനമുള്ളതിൻ്റെ ധാരണയിൽ അവർ 11:30 വരുന്നു. ഇത് 1, 2, 3 ക്ലാസ്സുള്ള സമയങ്ങളിൽ അവർ പുറത്തു പോകുന്നു. ഇത്തരം ആൾക്കാരെ നമ്മൾ നിർബന്ധപൂർവ്വം പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് സത്യമാണ്. അതൊരു പീഡനമായിട്ട് ഞങ്ങൾ തോന്നുന്നില്ല. 9 മണിക്ക് അസംബ്ലി നടത്താൻ പറയുന്ന അതൊക്കെ ഒരു ആക്ഷേപം. ഈ PTA ഇവിടെ വേണ്ട. ഈ PTA വേണ്ട എന്ന് പറഞ്ഞത് ഈ സ്കൂളിലെ സാഹചര്യങ്ങൾ ഒന്ന് മെച്ചപ്പെടുത്താൻ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ പോയാൽ ഒരു കുഴപ്പമില്ല. നമ്മളെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ഇങ്ങനെ പോകാൻ പറ്റൂല. സാധാരണ 10 അല്ലെങ്കിൽ 2% ഒരു മാറ്റം വരണ്ടേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ക്യാൻറ്റീൻ അവിടെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പാൾ വളരെ മോശമായി പറഞ്ഞു. പ്രിൻസിപ്പാൾ അവിടെ നിന്ന് തൊട്ടടുത്തുള്ള ഒരു വലിയ സിറ്റി ടവറിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഒരു വലിയ പൊതിയും അവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങളും ചായ എല്ലാം കൊണ്ടുവരും. അപ്പോൾ വിദ്യാർത്ഥികളുടെ വിശന്ന്, അതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ ആവശ്യം ഞാൻ അവരുടെ ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ. പ്രിൻസിപ്പാളിനെ ചോദിച്ചു, അവരുടെ ഡെവലപ്മെൻറ്റ് ഫണ്ട് നിങ്ങൾക്ക് 1000-2000 ഒക്കെ വാങ്ങാൻ പറ്റുമല്ലേ? അപ്പോൾ അവരൊരു ആവശ്യം ഉന്നയിച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലേ? അതെന്താ? അത് കോർപ്പറേഷൻ്റെ എല്ലാ സാഹചര്യം നോക്കി, കോർപ്പറേഷൻ്റെ എല്ലാ സാഹചര്യം വാങ്ങിച്ചിട്ടാണ് ക്യാൻറ്റീൻ നടത്തിയ ആളാണ്, ഒരു PTA കമ്മിറ്റിയാണ്. വിദ്യാർത്ഥികൾ എന്തെങ്കിലും സാധനങ്ങൾക്ക് വന്നാൽ എന്നോടൊന്നും വിളിച്ച് ചോദിക്കില്ല, സാറേ എത്ര മക്കൾ 5 രൂപയൊക്കെ തന്ന് 2-3 പലഹാരങ്ങളെടുത്ത് ഉച്ച സമയമാകുമ്പോൾ 2-3 പലഹാരങ്ങളെടുത്ത് അവർ കൊടുക്കും. വന്നിട്ട് ഞങ്ങളോട് പറയും, ഞാൻ പറയും എന്തെങ്കിലും എൻ്റെ സാമ്പത്തിക കുറവുണ്ടെങ്കിൽ ഞാൻ തരാം, കൊടുത്തോ? ഇല്ല സാറേ, വേണ്ട സാറേ,
എൻ്റെ മക്കൾ ഇവിടെ പഠിക്കുകയല്ലേ സാറേ, പാവപ്പെട്ട മക്കൾ ഒത്തിരി വാങ്ങിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് HM വളരെ സന്തോഷപൂർവ്വം അവരെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കി പിള്ളേർക്കൊക്കെ വാങ്ങിക്കൊടുക്കും. മറ്റേതൊക്കെ അപ്പുറത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ അധ്യാപകരുമല്ല, 1-2 അധ്യാപകർ ആ സ്കൂളിനെ കൺട്രോൾ ചെയ്ത് അവരെ നിയന്ത്രണത്തിൽ കൊണ്ടുപോയിക്കൊണ്ട് നിൽക്കുന്നു. അത് അവർക്കാണ് ഈ ബുദ്ധിമുട്ട്. മറ്റ് ഒരു അധ്യാപകരും അങ്ങനെ ഒരു തരത്തിലും പറയില്ല. നല്ല രീതിയിലാണ് കാര്യങ്ങൾ പിന്നെ പോകുന്നത്. ഒരിക്കലും ആരും അങ്ങനെ വന്നിട്ടുമില്ല, ഞങ്ങൾ കൊടുത്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പാളോ അവിടെ വേറെ രാത്രി കാലങ്ങളിൽ ഞങ്ങൾ ചെല്ലും, അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്ത് അങ്ങനെ മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം മേയർ ഈ തരത്തിൽ നമ്മളെ വലിയൊരു കുറ്റാരോപണം നടത്തി ഇങ്ങനെ ജയിലിലടയ്ക്കാനുള്ള വെമ്പൽ കൊണ്ടപ്പോഴാണ് ഞങ്ങൾ ഇത് പറയാതെ പോയാൽ മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളും വിചാരിക്കും ഇങ്ങനെ ഒരു SMB ഇത് വ്യാപകമായി കേരളത്തിൽ വ്യാപകമായി നിറഞ്ഞു നിന്നൊരു വാർത്തയാണ്. അപ്പോൾ അത് പറയാതെ പോണത് ശരിയല്ല എന്ന് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സ്കൂളിൻ്റെ വസ്തുവിൻ്റെ ആകൃതി സാർ ഇപ്പോൾ ഇരിക്കണം, ആ വസ്തുവിൻ്റെ അളന്ന് തിട്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതൊന്ന് തിരുത്താൻ നമ്മൾ ശ്രമിച്ചപ്പോഴാണ് ഈ തരത്തിൽ ഇതിന് എനിക്ക് പറയാനുള്ളത് ഈ വ്യാപാര മുതലാളി ഈ മുതലാളിയും മേയറും തമ്മിലുള്ള ഇത്ര അടുപ്പം. മേയർ വന്ന് പറഞ്ഞ് ഞങ്ങൾ സ്കൂളിന് വേണ്ടിയല്ലല്ലോ ഒരു വാക്ക് പറഞ്ഞത്, നിങ്ങൾ കേട്ടല്ലോ ആ വാർത്ത. ആ വ്യാപാരി ഇന്നലെ എന്നെ വിളിച്ചിരുന്നു, അവർ 1 കോടി രൂപ ചോദിച്ചു എന്ന്. ഈ സ്കൂളിൻ്റെ എന്തെങ്കിലും ചെയ്യാമെന്ന് അവർ മേയർ പറഞ്ഞില്ലല്ലോ. മേയർക്ക് ഞങ്ങളഥവാ 5 കോടി ചോദിച്ചോട്ടെ, 10 കോടി ചോദിച്ചെന്നിരിക്കട്ടെ, അത് നിയമപരമായുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? എന്തിനു ചോദിച്ചു? മേയർക്ക് ഈ ചോദിച്ച ആളെ ജയിലിലാക്കുക എന്നുള്ള വെമ്പലായിരുന്നു. ഞങ്ങളങ്ങനെ ചോദിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വ്യക്തമായ തെളിവോട് കൂടി കൊണ്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? ഇതാണ് വസ്തുവിൻ്റെ 10-18 സെൻറ്റ് സ്ഥലം സിറ്റിക്കകത്ത് ഒരു മുതലാളിക്ക് കണ്ണടച്ച് കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെ വല്ല പ്രിൻസിപ്പാളോ നേരത്തെ ഇരുന്ന അധികാരികളോ അങ്ങനെ കണ്ണടച്ച് കൊടുത്ത് വാങ്ങി ഞങ്ങൾക്ക് കണ്ണടച്ച് കൊടുക്കാൻ കഴിയില്ല. ഞങ്ങൾ പാർക്കിംഗ് പിരിച്ചു ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. PTA കാർ പാർക്കിംഗ് പിരിച്ച് ഒരു ക്യാമറ വെക്കണം. ബാക്കി ആ പെയിൻ്റ് അടിച്ചത് ഞങ്ങളാണ്. ഞങ്ങളെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയാണ് ആ പെയിൻറ്. അത് പിന്നെ കലോത്സവവുമായി ബന്ധപ്പെട്ട് എൻ്റെ പൈസ ഞാൻ അതിൽ നിന്ന് കണക്ക് ചോദിച്ചില്ല സാറേ. ആ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഞാനാണ് ആ മൊത്തം ചുവരടിച്ചത്. എനിക്ക് തരാമെന്ന് പറഞ്ഞു, തന്നില്ല. PTA അന്ന് പൈസ ഉണ്ടായിരുന്നു, 6-7 ലക്ഷം ഉണ്ടായിരുന്നു. എനിക്ക് 10-16,000 രൂപ പിന്നെ ഞാൻ ചോദിക്കാൻ പോലും, ഞാൻ എൻ്റെ മക്കൾ പഠിക്കണല്ലേ എന്ന് വെച്ചിട്ട് ഞാനത് കളഞ്ഞു. അപ്പോൾ ആ പെയിൻറ്റ് ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആളുകൾ വരെയല്ലേ, ഭക്തജനങ്ങൾ വരെയല്ലേ, അതൊന്ന് വൃത്തിയാക്കാം. HM 5,000 രൂപ തരുന്നു. HM എല്ലാ കാര്യത്തിലും നമ്മളോട് സജീവമായി. ഇക്കാര്യത്തിൽ കണക്കിന് ഇപ്പോഴും ഞാൻ അറിയുന്നത് ആ ഡെവലപ്മെൻറ്റ് ഫണ്ടുമായി ഒരു വിജിലൻസ് കേസുണ്ടെന്നാണ്. ഞാൻ കൊടുത്തതല്ല, ഏതോ ഒരു എക്സിക്യൂട്ടീവ് അംഗം കേസ് കൊടുത്തതായി പറയുന്നു. ഞാൻ സംസാരിച്ചിട്ടുള്ളതും കുറ്റിച്ചൽ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ്, സിറ്റി ടവറിൻ്റെ ആൾ. ഈ ടവറിൻ്റെ ആൾ തന്നെയാണ് അദ്ദേഹത്തിന് മേയർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം. അവിടെ ഇങ്ങനെ ഈ ഒരു ക്യാമറ വെച്ചിരിക്കുകയാണ് നമ്മുടെ സ്കൂളിലോട്ട്. അവിടെ എന്തൊക്കെ അത് തന്നെ ഒരു കുറ്റകരമാണ്. പക്ഷെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പരാതിപ്പെടാത്തത് വേറൊന്നുമല്ല. ഒരു കമ്മിറ്റി കൂടി, ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പരാതി കൊടുക്കാൻ പറ്റൂല. ഒരു കമ്മിറ്റി കൂടി ഞാൻ കമ്മിറ്റി കൂടാ സാർ ഒരു തീരുമാനം എടുക്കാതെ പരാതിപ്പെട്ട എന്തിനെന്ന് ചോദ്യം വന്നാൽ, അതുകൊണ്ട് കമ്മിറ്റി കൂടാൻ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പാൾ തയ്യാറാവുന്നില്ല. ഇനി രേഖാമൂലം ഇത് വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് രേഖാമൂലം നമ്മൾ പരാതി കൊടുക്കും. ഉണ്ടായിരുന്നു, അതിൻ്റെ രേഖയുണ്ട്. ഇതാണ് സാർ. പിന്നെ സാറേ അവിടെ ശക്തമായ കമ്മിറ്റികളൊന്നും ഇല്ലല്ലോ സാറേ. അതുകൊണ്ടാണ് കഴിഞ്ഞ ആരെങ്കിലും 2 കമ്മിറ്റിയിൽ ഒരാൾ വന്നാൽ മതി, പ്രിൻസിപ്പാളിന് ആരെങ്കിലും ഒരാൾ വന്നാൽ മതി. ഇത് PTA ഇന്ന ആളാണെന്ന് പറഞ്ഞ് കാര്യങ്ങൾ അങ്ങ് നടത്തിക്കൊണ്ട് പോകും. അപ്പോൾ ഇപ്പോഴാണ് അവർ കർശനമായി തീരുമാനം അങ്ങനെ പറ്റൂല, തീരുമാനങ്ങൾ ഒരുമിച്ചെടുക്കണം, ഒരുമിച്ച് ചെയ്യണമെന്നൊക്കെ പറയാം. വാർഷിക അവതരിപ്പിക്കുന്നതാണ്. മാഞ്ഞാലിക്കുളം ഗ്രൗണ്ടിലും വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനെ പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യണം പറയുന്നത്. അപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ സാറേ എന്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ സാറിന് ഇഷ്ടമുള്ള, അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് അതിലാർക്കും തർക്കമില്ല. ഞാൻ പറഞ്ഞു സാറേ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾ എടുത്ത തീരുമാനപ്രകാരമാണ് അവർ പിരിച്ചത്. അപ്പോൾ അധ്യാപകരെയൊന്നും ഇതിൽ ബലിയാടാക്കാൻ പറ്റൂല, സാറ് എൻ്റെ പേരിൽ കേസെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഓടിക്കൊണ്ട് വരണം പൈസയും കൊണ്ട്.
ഇല്ല സാറേ PTA പ്രസിഡന്റ് പൈസ പിരിച്ചില്ല, പിരിച്ചത് ഞങ്ങളാണ് സാറേ എന്ന് പറഞ്ഞു. അപ്പം ഇല്ല രണ്ടുപേരും പിടിച്ച് അറസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ പൊയ്ക്കോ, ഞാൻ എന്നെ കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞു, ഞാൻ കേസ് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി നിർബന്ധപൂർവ്വം വന്നതാണ്. അത് പോയിട്ട് ആ പിരിവ് അവരെ തന്നെ, ഞാൻ പറഞ്ഞു ഇത് ആർക്കെങ്കിലും നിങ്ങളെ പൈസ നിങ്ങൾ പറയുന്ന സ്ഥലത്തും അല്ലെങ്കിൽ മേയറുടെ ക്യാബിനകത്ത് ഞാൻ കൊണ്ടുതരാം, എത്ര പൈസ നിങ്ങൾ പറയുന്നോ അത് കൊണ്ടുവരാം, പിരിച്ചത് തെറ്റാണെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ പ്രിൻസിപ്പാളും മലക്കം പറഞ്ഞു അങ്ങനെ രേഖയിൽ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ആ പൈസ എത്രയും പെട്ടെന്ന് ഞങ്ങൾ കൊണ്ടുവരാം, സാർ സമാധാനപ്പെടണം, ഇത് സ്കൂളാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പും കൂടെ മുന്നിൽ കണ്ടിട്ടുള്ള ആവേശമായിരുന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് അങ്ങനെ ഭക്തജനങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയില്ലേ, ഇദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ സത്യസന്ധനായ ഒരു മേയർ എന്ന് വരുത്തി തീർക്കാനും കൂടെ അദ്ദേഹം ഒരു അഭ്യാസം കാണിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നീ ജയിലിൽ പോയി എൻ്റെ കഴുത്തിനകത്ത് കളഞ്ഞാൽ എനിക്ക് സങ്കടമില്ലായിരുന്നു. ഈ വിദ്യാർത്ഥികൾ നാളെ ഇവിടെ വിദ്യാർത്ഥികൾ എത്ര പഠിക്കാൻ വരും, നാളെ അഡ്മിഷൻ എത്ര വരും എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെ. കാരണം ഇദ്ദേഹം സിറ്റിയിലുള്ള ആളല്ല, ഇവിടെ ദൂരമുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇതാണ് അദ്ദേഹം കാണിച്ചത്. അദ്ദേഹത്തിൻ്റെ വെമ്പൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി രണ്ട് കൈയും കൂപ്പി ഞാൻ സ്വീകരിച്ചു, നിങ്ങൾ തരുന്ന ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാം, ഇദ്ദേഹത്തിനെ ഒഴിവാക്കി എന്നെ ജയിലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെയാണ് വന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ കേസെടുക്കാൻ പറഞ്ഞു, നിങ്ങൾ കേസെടുത്തോ, ഞാൻ അതിൻ്റെ തൊട്ട് പുറകെ ഇവിടെ നീതി പീഠമുണ്ടല്ലോ അവിടേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ SHOയ്ക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി, അവർ മറ്റൊന്നും ചെയ്തില്ല. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വാദം നടത്തി ഞങ്ങൾക്കൊരു ഉത്തരവും തന്നു. അപ്പോൾ ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു. അപ്പോൾ ഈ പിരിച്ചതെന്ന് പറയുന്നത് ഞങ്ങൾ പിടിച്ചു വാങ്ങിച്ചതല്ല, അവർ തന്നതാണ്. അതിലാർക്കും എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ മൊഴി കൊടുക്കാനും ഞാൻ പറഞ്ഞു. അവരാരും വന്ന് മൊഴി കൊടുത്തില്ല. മൊഴി കൊടുത്തിരുന്നെങ്കിൽ കേസ് ഉണ്ടാകുമായിരുന്നല്ലോ. അങ്ങനെ തർക്കമുള്ളവർ ആരെങ്കിലും മൊഴി കൊടുക്കണ്ടേ? അങ്ങനെ അത്ര മേയർ ഇത് കാണിച്ചപ്പോൾ ആ മേയർ അവരെ രണ്ടുപേരെ കൊണ്ട് മൊഴി കൊടുപ്പിക്കണ്ടേ? അങ്ങനെയൊന്നും ചെയ്തില്ല. പിന്നെ ഞങ്ങൾക്ക് മേയറടുത്ത് അങ്ങനെ ഒരു ശത്രുതയൊന്നുമില്ല. മേയർ ആ സ്കൂളിൻ്റെ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുള്ളതാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ കൂട്ടി നിൽക്കും. മേയറല്ല ഇനി മന്ത്രിയായാലും ജനവിരുദ്ധ കാര്യങ്ങൾക്ക് ഇടപെട്ടാൽ ഞങ്ങൾ പ്രതിഷേധിക്കും. ആ കാര്യമാണ് ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ അന്ന് പറയാൻ പറ്റാത്തത് പരീക്ഷയും ഇലക്ഷനും ഒക്കെ ആയതുകൊണ്ട് ഒന്നുമില്ല, ഞങ്ങൾക്കൊന്നും പറയാൻ. ഞങ്ങൾ അന്ന് നടത്തിയിരുന്നെങ്കിൽ ഈ കോടതിയുടെ ഒരു പേപ്പർ തരാൻ പറ്റില്ല, ഇതിൻ്റെ ഈ പേപ്പർ കാണിക്കാൻ പറ്റും. അങ്ങനെ അത്തരത്തിലുള്ള തെളിവുകളൊന്നും നിങ്ങൾക്ക് മുമ്പിൽ ഞാനൊരു തെളിവും തരാതെ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് പോയാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല.